ഹായ് ഓൾ, സോ വെൽക്കം ടു എക്സ് ആൻഡ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിൽ വന്നിട്ടുള്ള ജെമീൻസ് 2025 ജാനുവരിയിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഇതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നുള്ള 3 സബ്ജക്ട്സ് എന്നുള്ള എല്ലാ ചാപ്റ്റർ വൈസ് വന്നിട്ടുള്ള ജെമീൻസിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും നമ്മൾ 3 പ്ലേലിസ്റ്റിലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാം നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എന്തൊക്കെയെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം. Let a equal to 1, 2, 3, 4, b equal to 1, 4, 9, 16, number of many-one functions from a to b such that one element of f of a. അങ്ങനത്തെ എത്ര many-one functions ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചത്. സോ എന്ന് വെച്ചാൽ ഇതെന്താ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ a എന്നുള്ള സെറ്റ് ഉണ്ട് 1, 2, 3, 4, b എന്നുള്ള സെറ്റ് ഉണ്ട് 1, 4, 9, 16. സോ ഇവിടെ നിന്ന് അങ്ങോട്ട് പല പല റിലേഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ റിലേഷൻ ഉണ്ടാവാം, അങ്ങനെ റിലേഷൻ ഇങ്ങനെ ഫംഗ്ഷൻ ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു 1, 1 ഫംഗ്ഷനാണ്. സോ ഇതൊരു മിനിമം ഫംഗ്ഷനാണ്. ഓക്കെ, ആൻഡ് ഇതും ഒരു മിനിമം ഫംഗ്ഷനാണ്, ഇതും ഒരു മിനിമം ഫംഗ്ഷനാണ്. ഓക്കെ, എന്താണ് സംഭവം ചോദിച്ചാൽ 1 എലമെന്റ് ഓഫ് എഫ് ഓഫ് എ ആയിരിക്കും. എന്ന് വെച്ചാൽ 1ലേക്ക് എന്തായാലും ഒരു എലമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, 1 എന്ന് വെച്ചാൽ ഒരു എലമെന്റ് ആയിരിക്കണം. സോ 2 1ലേക്ക് ഇതാക്കാം. യെസ്, ഇതൊരു പോസിബിലിറ്റിയാണ്. ഇതൊരു പോസിബിലിറ്റി അല്ല. ഓക്കെ, സോ 1ലേക്ക് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, 1ലേക്ക് എപ്പോഴും റിലേഷൻ ഉണ്ടായിരിക്കും. അങ്ങനത്തെ എത്ര മിനിമം ഫംഗ്ഷൻസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം 1ലേക്കുള്ള കേസ് മാത്രം വെച്ച് കണ്ടില്ല. സോ ടോട്ടൽ നമ്പേഴ്സ് നോക്കാം. ടോട്ടൽ എത്ര ഫംഗ്ഷൻസ് ഇവിടെ പോസിബിൾ ആണ്? അത് വളരെ സിമ്പിളാണ്. 1ൽ നിന്നും 4 മാച്ച് ചെയ്യാം, 2ൽ നിന്നും 4 മാച്ച് ചെയ്യാം, 3ൽ നിന്നും 4 മാച്ച് ചെയ്യാം, 4ൽ നിന്നും 4 മാച്ച് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വരാൻ പോകുന്നത് 4:4. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് കുറച്ച് നമ്പേഴ്സ് നമുക്ക് റിമൂവ് ചെയ്യാം. ഏതൊക്കെ വരാൻ പോകുന്നത്? 1 വരാത്ത കേസ് നോക്കാം. 1 എന്നുള്ള കേസേ വരുന്നില്ല. അപ്പോൾ എന്താ വരാൻ പോകുന്നത്? സോ 1ൽ നിന്നും 3 എണ്ണത്തിലേക്ക് മാച്ച് ചെയ്യാം, 2ൽ നിന്നും 3 എണ്ണത്തിലേക്ക് മാച്ച് ചെയ്യാം, 3ൽ നിന്നും 3 എണ്ണത്തിലേക്ക് മാച്ച് ചെയ്യാം, 4ൽ നിന്നും 3 എണ്ണത്തിലേക്ക് മാച്ച് ചെയ്യാം. അപ്പോൾ അത് വരാൻ പോകുന്നത് 3:4 ആയിരിക്കും. ഓരോന്നിൽ നിന്നും 3 എണ്ണത്തിലേക്ക് മാച്ച് ചെയ്യാന്ന് വെച്ചാൽ 3 × 4. അത്രയും ടേംസ് എന്താണ്? 1 എന്നുള്ള എലമെന്റേ അല്ലാത്ത കേസാണ് ഇവിടെ പറഞ്ഞത്. സോ 4:4 എന്ന് വെച്ചാൽ ടോട്ടൽ എത്ര ഫംഗ്ഷൻസ് പോസിബിൾ ആണെന്നുള്ളതാണ്. 3:4 എന്ന് വെച്ചാൽ 1 എലമെന്റ് ഇല്ലാത്ത കേസാണ്. ഇതാണ് നമ്മുടെ കേസ് വരാൻ. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ടേംസും കൂടി ഒഴിവാക്കണം. ആ കേസ് ഏതൊക്കെയെന്ന് വെച്ചാൽ 1, 1 ഫംഗ്ഷൻസ് ആണ്. സോ ഈ ഫംഗ്ഷൻസിൽ ഒന്നെങ്കിൽ 1, 1 ആയിരിക്കാം, അല്ലെങ്കിൽ മിനി 1 ആയിരിക്കാം. 1, 1 ആയിട്ടുള്ള കുറച്ച് കേസ് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യാം. 1, 1 ആയിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ 1, 1 4ലേക്ക്, 2 1ലേക്ക്, 2 3 16ലേക്ക്, 9 4ലേക്ക്, അങ്ങനെ ഇതിലുള്ള എല്ലാ എലിമെന്റ്സിനും ഇങ്ങോട്ട് ഇമേജ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ കേസസ് നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, 1, 2 എന്നുള്ള കേസ് അല്ല, എല്ലാം 1, 1ലേക്കുള്ള കേസ് റിമൂവ് ചെയ്യണം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ വരികയെന്ന് വെച്ചാൽ 1, 4, 9, 16. യെസ്, ടോട്ടൽ നമ്പർ ഓഫ് 1, 1 ഫംഗ്ഷൻസിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് 4 ഫാക്ടോറിയൽ ആയിരിക്കും. ഓക്കെ, സാധാ അറേഞ്ച്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 4:4 എന്ന് വെച്ചാൽ 256 ആണ് വരിക. ഇതെന്താ വരിക? 81 ആണ് വരിക. ഇത് 24 ആണ് വരാൻ പോകുന്നത്. സോ 256 മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 105 എന്ന് കിട്ടും. മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 151. സോ 151 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫംഗ്ഷൻ നമുക്ക് തോന്നും, ഫംഗ്ഷൻ്റെ കുറച്ച് ബേസിക്സ് ഉണ്ട്. മെയിൻലി ഇതൊരു പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, സോ ഫംഗ്ഷന് വന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ലോഗ്സ് ആണ്. ജി ഓഫ് എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡൊമെയിൻ ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താ വരാൻ പോകുന്നത്? സോ ലോഗ് ഓഫ് x⁴ - 2x³ + 3x² - 2x² + 2x + 2 ഡിവൈഡ് ബൈ 2x² - 2x + 1. ഓക്കെ, ഇതിന്റെ ഡൊമെയിൻ ആണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ കാര്യം ചെയ്യാൻ പോകണം. സോ നമുക്കറിയാം ലോഗിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ എന്ന് വെച്ചാൽ എപ്പോഴും >0 ആയിരിക്കും. ഈ വാല്യൂ ഷുഡ് ബി >0.
അങ്ങനെ ഇത് ഗ്രേറ്റർ ദാൻ 0 ആവണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഓക്കെ അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ കേസ് നോക്കാം. നമുക്കറിയാം ഒരു ഫംഗ്ഷനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന ഈ നമ്പർ എപ്പോഴും എന്തായിരിക്കണം, അത് ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എന്നാൽ പിന്നെ അത് 0 ആവുന്ന കേസും കൂടി നമുക്ക് കണ്ടു നോക്കാം. സോ 2x² - 2x + 1 = 0. അപ്പോൾ അതിൻ്റെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് ഞാൻ നോക്കിയാൽ 2 ± (b² - 4 × 8 / 4. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കോംപ്ലക്സ് നമ്പർ ഒക്കെ വരും. എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനൻറ്റ് ലെസ് ദാൻ 0 ആണ്, വിച്ച് മീൻസ് ഇതിന് റൂട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഈ 2x² - 2x + 1 ഈ സംഭവം എപ്പോഴും പോസിറ്റീവാണ്. ഒരിക്കലും ഇതിന് റൂട്ടില്ല എന്ന് വെച്ചാൽ അത് എപ്പോഴും പോസിറ്റീവ് ആണെന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് വറീഡ് ആവേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഒരിക്കലും 0 ആവില്ല. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ടേം നോക്കാം. ഇത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ x⁴ - 2x³ + 3x² - 2x + 2. എന്തായാലും 4th ഡിഗ്രി ഇതൊരു ക്വാർട്ടിക് ഇക്വേഷനാണ്. ക്വാർട്ടിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഒന്നും നമുക്കറിയില്ല. ഫോർമുല ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ലോങ് ആണ്. അതൊന്നും പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മളോട് മെയിൻസിന് ചോദിച്ച സ്ഥിതിക്ക് ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് അതിന് വരാനാണ് ചാൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു കാര്യം ചെയ്യാം, എക്സിന് ഒരു 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്താ വരിക, 1 - 2 + 3 - 2 + 2. വാല്യൂ എന്തായാലും 0 അല്ല. ഓക്കെ, 0 അല്ല. എക്സ് നമുക്കൊരു -1 ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1 + 2 + 3 + 2 + 2 എന്തായാലും 0 അല്ല. ഓക്കെ, 1 - 1 ഒഴിവാക്കിയാൽ നമുക്ക് കാര്യം ചെയ്യാം, 2ഉം 3 ഒക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ, കാരണം ഇത് അടുത്തടുത്തുള്ള വാല്യൂസ് ആണ്, നമുക്ക് കാര്യം ചെയ്യാം, എക്സിന് ഒരു i അങ്ങോട്ട് കൊടുക്കാം. എക്സിന് i ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്, ഫസ്റ്റ് ടേം i⁴ 1 കിട്ടും. സെക്കൻഡ് ടേം i³ - i ആണ്, എന്ന് വെച്ചാൽ +2i കിട്ടും. അടുത്ത് 3 × i² - 3 ആണ് വരിക. അടുത്തത് -2i, അടുത്തത് +2. ഇത് 0 കിട്ടും. ഓക്കെ, സോ i 0 കിട്ടുമെങ്കിൽ, i കൊടുത്താൽ 0 കിട്ടുമെങ്കിൽ നമുക്ക് ആ -i കൂടി ചെയ്ത് നോക്കാം. -i കൂടി വർക്കൗട്ട് ചെയ്താൽ എന്താ കിട്ടുക, -i⁴ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. -2 × -i⁴ എന്ന് വെച്ചാൽ -2i ആണ് വരാൻ പോകുന്നത്. i³ എന്ന് വെച്ചാൽ -iൻ്റെ ക്യൂബ് ചെയ്താൽ i മാത്രമേ ഉണ്ടാവും. അടുത്ത ടേം -3 തന്നെയാണ്. ലാസ്റ്റ് ടേം +2 ആണ്. ഈ ടേം -2 + 2i, അതും 0 തന്നെയാണ് വരാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇതിൻ്റെ 2 ഫാക്ടേഴ്സ് എടുത്താൽ ഒരെണ്ണം x - i ആയിരിക്കും, അടുത്ത ഫാക്ടർ x + i ആയിരിക്കും. ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് x² + 1 കിട്ടും. ഓക്കെ, x² + 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിനോമിയലിനെ നമുക്ക് x² + 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ x⁴ - 2x³ + 3x² - 2x + 2 ഡിവൈഡ് ബൈ x² + 1. സോ ഇവിടെ x² വരും, x² + x² -2x³ വരും, ഇവിടെ +2x² വരും, ഇവിടെ -2x ഉണ്ട്, +2 ഉണ്ട്. അടുത്ത ടേം എന്താ വരാൻ പോകുന്നത്, -2x ആയിരിക്കും. സോ ഇത് -2x³, അടുത്ത ടേം -2x ആണ്, മൈനസ് ചെയ്താൽ 2x² + 2 എന്ന് വരും, അടുത്ത +2 ആയിരിക്കും. അപ്പോൾ 2x² + 2 0. സോ അതിൻ്റെ അടുത്ത ഒരു റൂട്ട് വരാൻ പോകുന്നത് x² - 2x + 2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം, ഇതെന്ന് വെച്ചാൽ x - 1² +1 ആണ്. ഓക്കെ, വിച്ച് മീൻസ് നമുക്ക് ഈ മൊത്തം പോളിനോമിയലിനെ എങ്ങനെ എഴുതാൻ പറ്റും, log of f(g(x) എന്നുള്ളതിൻ്റെ സംഭവം എങ്ങനെ എഴുതാൻ പറ്റും. സോ ഫസ്റ്റ് x² + 1 ഇൻറ്റു x² - 2x + 1 ഓർ x - 1² + 1 ഡിവൈഡഡ് ബൈ താഴത്തെ ടേം എന്താ, 2x² - 2x + 1. യെസ്, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ പോസിറ്റീവാണ്,
ഈ വാല്യൂ പോസിറ്റീവാണ്. കാരണം ഇത് എക്സ് മൈനസ് ഹോൾ സ്ക്വയർ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതിനോട് 1 കൂട്ടിയാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇതും ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. വിച്ച് മീൻസ് ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന് എന്ത് വാല്യൂ ആണെങ്കിലും കൊടുക്കാൻ പറ്റും. ആറാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. എന്ത് വാല്യൂ എന്ന് വെച്ചാൽ റിയൽ നമ്പർ, എന്ത് റിയൽ നമ്പർ ആണെങ്കിലും കൊടുക്കാൻ പറ്റും. കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ വറീഡ് അല്ല. റിയൽ നമ്പർ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ക്യാപിറ്റൽ ആർ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, എന്ത് വാല്യൂം കൊടുക്കാൻ പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Let the range of the function f of x equal to 6 plus 16 cos x into cos 60 minus x into cos 60 plus x into sin 3x cos 6x. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചെറിയ സംഭവം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇത് ഭയങ്കര സിമ്പിളായി മാറും. എന്താണ് ആ സംഭവം എന്ന് വെച്ചാൽ cos x into cos 60 plus x into cos 60 minus x. ഇത് വരാൻ പോകുന്നത് 1/4 cos 3x ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സൈൻ ഒന്നാൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ 60 പ്ലസ് എക്സ് ഇൻറ്റു സൈൻ 60 മൈനസ് എക്സ് ചെയ്താൽ 1/4 സൈൻ 3x ആയിരിക്കും. ഇത് സംഭവം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ടാൻ എക്സ് ഇൻറ്റു ടാൻ 60 പ്ലസ് എക്സ് ഇൻറ്റു ടാൻ 60 മൈനസ് എക്സ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/4 ഉണ്ടായിരിക്കില്ല, ടാൻ 3x മാത്രമായിരിക്കും. കാരണം 1/4 കട്ടായി പോകുന്നു. നമുക്ക് സൈനും കോസൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് ഇക്വേഷൻ കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 1/4 കട്ടായി പോകും, ടാൻ മാത്രമേ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സംഭവമുണ്ട്. സോ ബേസിക്കലി ഈ ടേം മൊത്തത്തിൽ എന്താണ്? cos 3x ആണ്. ഓക്കെ, അപ്പോൾ എഫ് എഫ് എക്സ് ഈക്വൽ എന്താ വരിക? 6 പ്ലസ് 16 ഇൻറ്റു ഈ ടേം മൊത്തം എന്തായിരിക്കും? 1/4 ഇൻറ്റു cos 3x ആയിരിക്കും, ഇൻറ്റു sin 3x ഇൻറ്റു cos 6x. സോ ഇത് 6 പ്ലസ് ഇവിടെ 4 cos 3x sin 3x ആയി ഇൻറ്റു cos 6x. സോ ഇതിൽ ഈ 4ന്ന് ഒരു 2 അങ്ങ് കൊടുക്കാം. 2 cos 3x ഇൻറ്റു sin 3x എന്ന് വെച്ചാൽ എന്താ വരിക? sin 6x ആയിരിക്കും. അപ്പോൾ ഇതെന്തായി? ഇത് 6 പ്ലസ് sin 12x ആണ്. ഇതിൻ്റെ റേഞ്ചാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം sin 12xൻ്റെ റേഞ്ച്, sin x എന്ന് വെച്ചാൽ sin 12x എന്ന് വെച്ചാൽ സെയിം സംഭവം. റേഞ്ച് വരാൻ പോകുന്നത് 1 മുതൽ -1 വരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനോട് 6 കൂട്ടിയാൽ അതിൻ്റെ റേഞ്ച് എന്താ വരാൻ പോകുന്നത്? അതിനോട് 6 കൂട്ടിയെന്ന് വിചാരിക്കുക. 6 പ്ലസ് sin 12x എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് തന്നെയാണ്. അതിൻ്റെ റേഞ്ച് എന്താ വരിക? ഇവിടെ 7 വരും, ഇവിടെ -5 വരും. അപ്പോൾ ഇതാണ് റേഞ്ച്. ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് ആൽഫ ടു ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത് ആൽഫൻ്റെ വാല്യൂ -5 ആണ്, ബീറ്റിൻ്റെ വാല്യൂ 7. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലൈൻ 3x plus 4y plus 12. 3x plus 4y plus 12 എന്നുള്ള ഈക്വൽ 0 എന്നുള്ള ലൈനിൽ നിന്നും -5,7ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ 3 × -5 -15 plus 28 plus 12 ഡിവൈഡ് ബൈ √3² plus 4². എന്താ വരാൻ പോകുന്നത്? 28 - 15 ചെയ്താൽ നമുക്ക് 13 ആണ് കിട്ടുക. 13 + 12 ഡിവൈഡ് ബൈ 5. അപ്പോൾ 25 ഡിവൈഡ് 25 ഡിവൈഡ് ബൈ 5 കിട്ടും. ആൻസർ 5 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ ഓക്കെ, ചെറിയൊരു ഇഷ്യൂ ഉണ്ടല്ലോ. ആൽഫ ബീറ്റ -5 3 √3² plus 4². ഓക്കെ, ഇതിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് -5 എല്ലാവരും അത് വെറും 5 ആയിരുന്നു, അറിയാതെ -8 പോയി. ഓക്കെ, അപ്പോൾ ഇവിടെയും ചേഞ്ച് ഉണ്ടാവും. സോ ഇത് 5 ആണ് വരിക, ഇവിടെ 15 ആണ് വരിക. യെസ്, 15 + 28 പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 40 കിട്ടും. 40 + 15 ചെയ്താൽ 55 കിട്ടും. 50/5 11 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ 11 ആയിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, ചെറിയ ഇഷ്യൂ വന്നിരുന്നു, ബട്ട് ബാക്കിയെല്ലാം ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ് f from r - 0 to r be a function such that f of x - 6 into f of 1/x equal to 35/3x minus 5/2. അങ്ങനെയെങ്കിൽ ലിമിറ്റ് ഓഫ് ദിസ് വാല്യൂ ഈക്വൽ ടു ബി ആണ്. നമുക്ക് ആൽഫ ബീറ്റ ആണ് ബേസിക്കലി കണ്ടുപിടിക്കേണ്ടത്. ആൽഫ + 2 ബീറ്റ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ f of x minus 6 times f of 1/x equal to 35/3x minus 5/2.
ഇതൊന്ന് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമുക്ക് ഓരോ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കും. ഇവിടെ 0 ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല, 1 ഇട്ട് കൊടുക്കാൻ പറ്റും. നമുക്ക് 1 എന്താണെന്നും ആൻസർ കിട്ടും. പക്ഷെ അതുകൊണ്ട് വലിയൊരു കാര്യമില്ല. ഓക്കെ, നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യനിലുള്ള എല്ലാ എക്സിനും നമ്മൾ 1/x ആക്കി മാറ്റാൻ പോകും. എല്ലാ എക്സിനും നമ്മൾ 1/x ആക്കിയാൽ ഇത് 1/x ആവും, ഇത് x ആവും, ഇവിടെ 35/3 × x ആകും, ഇവിടെ 5/2. ഇനി നമ്മൾ സെക്കൻഡ് ഇക്വേഷനെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 6f(1/x) മൈനസ് 36f(x) ഈക്വൽ ടു 35x/3 × 6. അപ്പോൾ ഇവിടെ 2 ആവും, ഇൻറ്റു 2. 6/3 എന്ന് വെച്ചാൽ 2 ആണല്ലോ. മൈനസ് 5/2. ഓക്കെ, മൈനസ് 5/2 x × 6 ചെയ്താൽ എന്താ വരിക? മൈനസ് 30/2 എന്നാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്, ഇത് നമ്മളെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്താൽ ഈ ടേമും കൂടി അങ്ങ് കട്ടായി പോയിക്കോളും. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഈ ക്വസ്റ്റനിൽ ഈ രണ്ടെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമ്മുടെ f(x) മാത്രമേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. സോ ഇത് രണ്ടും കട്ടായി പോയി, കട്ട്. സോ f(x) മൈനസ് 36f(x) എന്ന് വെച്ചാൽ മൈനസ് 35f(x) ആയി. ഇവിടെ 35/3x ഉണ്ട്, ഒരു മൈനസ് 5/2. ഇവിടെ മൈനസ് 5/2 പിന്നെ മൈനസ് 13/2 കൂടി ആഡ് ചെയ്താൽ മൈനസ് 35/2 കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ 35x × 2 ഉണ്ട്, 35x × 2 ഉണ്ട്. അപ്പോൾ മൈനസ് 35 കൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? f(x) = ഇവിടെ 1/3x കിട്ടും, ഇവിടെ മൈനസ് 1/2 കിട്ടും, ഇവിടെ ഒരു 2ഉം കിട്ടും. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ മൈനസ് ആണല്ലേ, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, പിന്നെ ഇത് മൈനസ് ആണ്, ഇത് -2 ആണ്. സോ 2 മൈനസ് ഇത് -3/2 -3/2 പ്ലസ് അത് x 2x ഉണ്ടല്ലേ, വിട്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ f(x)ന്റെ വാല്യൂ വരാൻ പോകുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ലിമിറ്റ് ഓഫ് x → 0. ഓക്കെ, എന്നാൽ പിന്നെ അതും കൂടി നമുക്ക് കണ്ടുപിടിക്കാം. ലിമിറ്റ് ഓഫ് x → 0 1/α(x) പ്ലസ് f(x). അതാണ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ f(x) കൂടി നമുക്ക് ലിസ്റ്റ് ചെയ്യാം. 1/3x പ്ലസ് 1/2 -2x. ഓക്കെ, ഈ വാല്യൂ ബീറ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബീറ്റ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിന് 0 കൊടുത്താൽ ഇവിടെ ഇത് പ്രശ്നമാണ്. അപ്പോൾ ഇവർ രണ്ടാളും കട്ടായി പോകണം. ഇത് കട്ടായി പോയാൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇത് കട്ടായി പോകണമെന്നുണ്ടെങ്കിൽ ആൽഫൻ്റെ വാല്യൂ 3 ആകണം. സോ 3 ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസും ക്യാൻസൽ ആയി പോകും. പിന്നെ ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഇവിടെ 1/2 = ബീറ്റ എന്ന് കിട്ടും. സോ ബീറ്റൻ്റെ വാല്യൂ 1/2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൽഫ പ്ലസ് 2 ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് വെച്ചാൽ എന്താ വരിക? ഓക്കെ, ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. -35/2 1/2 3 + 1 4 ആണ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, വിഷയമൊന്നുമില്ല. ആൽഫ പ്ലസ് 2 ബീറ്റ 4 ആണ് ആൻസർ കിട്ടും. തേർഡ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു സംഭവം എടുക്കാൻ അറിഞ്ഞാൽ, ഇവിടെ 1/x ആക്കി എടുക്കാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. f(x) = ഒരു വാല്യൂ ഉണ്ട്. ദെൻ ഈ വാല്യൂ എന്താണ്? അപ്പോൾ നമുക്ക് ഈ കാര്യം ചെയ്യാം. ആ f(x)നെ അങ്ങ് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ എന്തായാലും 2 കൊണ്ട് കുറച്ചങ്ങ് ഡിവൈഡ് ചെയ്യാം. മേലെന്തായാലും ഒരു 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. സോ ഇത് 2x+1 ആവും. 16 8 ആയി മാറും. ഇത് 2(2x) ആയി മാറും. ഇത് 2(x+3) ആയി മാറും. ഇത് 16 ആയി മാറും. ഇനി ഞാൻ ഒരു ചെറിയ പരിപാടി കൂടി ചെയ്യാൻ പോവാണ്.
ഇത് 2 അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ ഇത് 2x+4 ആയി മാറി. ഇവിടെ ഇത് 2x ആണ്. ഇതെന്താ സംഭവം? 2^3 എന്ന് വെച്ചാൽ 8 ആണല്ലോ. 8 × 2x ആണ്. ഇത് 16 ആണ്. ഇനി ഇവിടെ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, 4ൻ്റെ സ്ക്വയർ 16, 2x-ൻ്റെ സ്ക്വയർ 2x, 2 × 2x/4 എന്ന് വെച്ചാൽ കിട്ടും. സോ ബേസിക്കലി അതും ഇതും കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് f(x) എന്ന് വെച്ചാൽ 2x+4 ആയിരിക്കും. ഇതാണ് നമ്മുടെ f(x). ഈ സിമ്പിൾ സാധനത്തിനെ നമുക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാക്കി തന്നതാണ്. ഓക്കെ, പക്ഷെ ഇങ്ങനെ കിട്ടിയോണ്ട് നമുക്ക് ആൻസർ റെഡി ആവില്ല. ആൻസർ കിട്ടണമെങ്കിൽ കുറച്ച് വലിയ സംഭവങ്ങൾ നമ്മൾ അതെന്താന്ന് വെച്ചാൽ ഈ കാണുന്ന സംഭവം എന്ന് വെച്ചാൽ മുന്നേ JEE അഡ്വാൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓരോന്ന് എക്സിന് ഇപ്പോൾ 1/15 ഒക്കെ കൊടുത്താണ് ചെയ്യാൻ നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ചെയ്യാനും പറ്റില്ല. ഇത് ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. പാറ്റേൺ അല്ല, ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, ഒരു റൂൾ ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ 1ഉം ഇവിടെ 59 വരെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. 1ഉം പിന്നെ ഒരു 59ഉം കൂടി ആഡ് ചെയ്താൽ 60 ആയിരിക്കും. 60/5. 60/5 എന്ന് വെച്ചാൽ 4 ആണ്. ഞാൻ കാര്യം ചെയ്യാൻ പോവാണ്. f(4 - x) കണ്ടുപിടിക്കാൻ പോവാം. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. f(4 - x) കണ്ടുപിടിച്ചാൽ എന്താ കിട്ടുക? എനിക്കിവിടെ 2 / 2^4 - x + 4. അതായത് 2 / 16 + 4 × 2^x. ഇവിടെ 2^x വരും. മൊത്തത്തിലൊരു 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1/2 അല്ല, മേലും താഴെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/2 × 2^x / 4 + 2^x ഉണ്ട്. ഓക്കെ, യെസ്. എന്ന് വെച്ചാൽ ഈ 2 ഇങ്ങോട്ടും കൊടുത്താൽ 2 ടൈംസ് f(4 - x) = ഓക്കെ, അടുത്തതിൽ എഴുതാം. 2 ഇങ്ങോട്ട് വന്നാൽ 2 ടൈംസ് f(4 - x) = എന്താ വരാൻ പോകുന്നത്? 2^x / 2^x + 4. നമ്മൾ f(x) എന്തായിരുന്നു? 2/2^x + 4 എന്ന് വെച്ചാൽ നമ്മൾ f(x)നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടങ്ങ് ആഡ് ചെയ്താൽ മതി. സോ 2 ടൈംസ് f(4 - x) പ്ലസ് ഒരു 2 ടൈംസ് f(x) അങ്ങ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 1 കിട്ടും. ഓക്കെ, സോ f(4 - x)ഉം f(x)ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/2 ആയിരിക്കും. എന്ന് വെച്ചാൽ f(1/15) ഈ സാധനം എന്താ? 4 - 1/15 ആണ്. ഈ ടേമും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/2 ആണ്. ഈ ടേമും പിന്നെ f(58/15) ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1/8 ആണ്. അങ്ങനെ ഒരുപാട് 1/2 ആണ്. അങ്ങനെ ഒരുപാട് 1/2കൾ അവിടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് കിട്ടേണ്ട സാധനത്തിന് നമുക്കൊരു എസ് എന്ന് അങ്ങ് വിളിക്കാം. യെസ്. അപ്പോൾ s = എന്താ വരാൻ പോകുന്നത്? ആദ്യത്തെ ഇവിടെ ഒരു 1/2 ഉണ്ടായിരിക്കും, പിന്നെ ഒരു 1/2 ഉണ്ടായിരിക്കും. ഇത് ടോട്ടൽ 59 ടേംസ് ഉണ്ട്. ആ 59 ടേംസിൽ ഒരു 58 ടേംസ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. കാരണം ഓഡ് നമ്പർ ആണല്ലോ. അപ്പോൾ ഓരോ നമ്പേഴ്സ് എടുത്താലും നമുക്ക് ഒരു നമ്പർ എന്തായാലും ബാക്കി ഉണ്ടായിരിക്കും. അപ്പം 58 ടേംസ് അവിടെ 1/2 ഉണ്ടായിരിക്കും. 58 അല്ല, 58ൻ്റെ പകുതി അവിടെ 1/2 ആയിട്ടുണ്ടായിരിക്കും. 1/2 + 1/2 അങ്ങനെ 58ൻ്റെ പകുതി എത്ര ഉണ്ടായിരിക്കും? 29 ടേംസ് ഉണ്ടായിരിക്കും. പ്ലസ് ഒരു നടുവിലുള്ള ടേം ഉണ്ടായിരിക്കും. ആ നടുവിലുള്ള ടേം എന്താ ഉണ്ടായിരിക്കുക? അത് f(30/15) ആയിരിക്കും. ഓക്കെ, 1, 2, 3 അങ്ങനെ 1 മുതൽ 59 വരെ ഉള്ളതിൻ്റെ നടുവുള്ള നമ്പർ f(30/15) ആയിരിക്കും. അത് വെച്ചാൽ f(2) ആണ്. ഒരു f(2) ബാക്കി ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് 29/2 ആണ്. f(2) എന്ന് വെച്ചാൽ എന്തായിരിക്കും? f(2) നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. 2/2² 4 + 4 അതെന്തായിരിക്കും? 1/4 അല്ലേ?
യെസ് 2/8 എന്ന് വെച്ചാൽ 1/4. ഓക്കെ 1/4. സോ ഇതിൻ്റെ വാല്യൂ എന്താ വരിക? 1/4 തന്നെയാണോ? അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, സോറി അത് വിട്ടുപോയി. ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട, നമ്മൾ ക്വസ്റ്റ്യനിൽ ഇവിടെ 8 ഉണ്ട്. ഓക്കെ സോ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ടൈമിന് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 29 + 2 ആയിരിക്കും റൈറ്റ് ആൻസർ. സോ 29 × 2 29 × 4 ചെയ്താൽ നമുക്ക് 116. അതിനോട് 2 ആഡ് ചെയ്താൽ 118 ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 118 ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ വെച്ചാൽ ഈ ഒരു സംഭവം അറിയുന്നുണ്ടെങ്കിൽ, ഈ a-x എന്നുള്ള സംഭവം എടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഇത് ആക്ച്വലി ജെ അഡ്വാൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് വേറെ ജെ മെയിൻസിന് റിപ്പീറ്റ് ആയിട്ട് വന്നു എന്നേ. ഓക്കെ പലപ്പോഴും ജെ അഡ്വാൻസിന് മുന്നിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് ജെ മെയിൻസിൽ കാണാറുണ്ട്. ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ. യെസ് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതെന്താ സംഭവം എന്ന് പറയണം. ഇത് ഞാൻ ഏറ്റവും നന്നായിട്ട് ആൻസർ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഗ്രാഫ് വരച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗ്രാഫ് വരക്കാം. ഓക്കെ നമുക്കറിയാം x-3 mod x-3 എന്നുള്ളതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം. mod x എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഓക്കെ mod x-3 എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. ഓക്കെ ഇതിൻ്റെ വാല്യൂ 3 ആണ്, x = 3. അതുപോലെ mod x+2 എന്നുള്ള ഗ്രാഫ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇങ്ങനെ ഗ്രാഫ് ആയിരിക്കും. ഇതായിരിക്കും mod x+2. ഇതാണ് -2. ഇതിൽ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ മിനിമമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ള ടേംസ് എല്ലാത്തിനും നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ അതങ്ങനെ ഇറേസ് ചെയ്യാൻ പാടില്ലായിരുന്നു, വേറെ രീതിയിൽ ഇറേസ് ചെയ്ത് നോക്കാം. യെസ് ഈ ടേം ഒന്നും ഉണ്ടായിരിക്കില്ല, കാരണം അവിടെ അത് മിനിമം അല്ല. ഓക്കെ അതുപോലെ ഈ സംഭവം ഉണ്ടായിരിക്കില്ല. ഇതാണ് മിനിമം ഓഫ് mod x-3 ആൻഡ് mod x+2. ഓക്കെ അതിൽ ഒരു പോയിന്റിൽ ഇവർ അങ്ങ് ഈക്വൽ ആവുകയാണ്, ഈ പോയിന്റിൽ അങ്ങ് മുട്ടുന്നുണ്ട്. അതേതാ പോയിന്റും കൂടി നമുക്ക് നോക്കാം. അത് എപ്പോഴാണ് മുട്ടുക എന്ന് വെച്ചാൽ ഒന്നിൻ്റെ വാല്യൂ മറ്റേ മൈനസ് ആകുമ്പോഴാണ്. സോ x-3 ഓക്കെ x-3 = -x-2 ആകുമ്പോഴാണ് അത് മുട്ടുക. അപ്പോൾ 2x = 1 എന്ന് വരും. x = 1/2 അത് സംഭവിക്കാം. x = 1/2 ഇതിൻ്റെ വാല്യൂ എന്താ വരിക? അത് 2.5 ആയിരിക്കും. ഇവിടെയും കൊടുത്താൽ 2.5 കിട്ടുക. രണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്, 2.5 ആയിരിക്കും അത് വരാൻ പോകും, ഓർ 5/2. ഓക്കെ ഇനി നമുക്ക് അടുത്ത വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് യെസ് ഇതിൻ്റെ ഇക്വേഷനാണ്. അതല്ല നമുക്ക് x = 0 ഉള്ള ഒരു വാല്യൂ കൂടി കണ്ടുപിടിച്ച് നോക്കാം. x = 0 എടുത്താൽ നമുക്ക് ഇവിടെ ഇത് mod x-2ൻ്റെ ഗ്രാഫ് അല്ലേ, ഇത് 3 വരും, ഇത് 2 വരും. അപ്പോൾ മിനിമം 2 ആണ്. സോ ഈ പോയിന്റ് 2 ആണ്. ഓക്കെ ഇനി നമുക്ക് x² + 3x+2ൻ്റെ ഗ്രാഫ് എടുക്കാം. x² + 3x+2 എന്താ നമുക്കറിയാം, x+1 × x+2 ആണ് = 0. സോ -1ലും -2ലാണ് അതിൻ്റെ എന്തുണ്ടായിരിക്കുക? റൂട്ട്സ് ഉണ്ടായിരിക്കുക, -1 and -2. ഇനി ഇവരിലൂടെയുള്ള ഒരു ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക? ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് ആയിരിക്കും. ഓക്കെ വേറെ കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു ഗ്രാഫ് ആയിരിക്കും. ഓക്കെ അത്ര കറക്റ്റ് അല്ല, അത് -2ലൂടെ പോവും, -1ലൂടെയും പോവും. പക്ഷെ വേറൊരു പോയിന്റിലൂടെയും പോവും, അത് ഈ പോയിന്റ് 2ലൂടെ പോകും. കാരണം 2 എന്തുകൊണ്ടാണ് 2ലൂടെ പോകുമെന്ന് പറയാൻ കാരണം x-ന് 0 എടുത്താൽ നമുക്ക് 2 ആണല്ലോ കിട്ടുക. സോ ഇത് 2ലൂടെയും പോകും. ബേസിക്കലി രണ്ട് പോയിന്റിലൂടെ കൂട്ടിമുട്ടുന്നത്, ഒന്ന് ഈ പോയിന്റും
ഒന്ന് ഈ പോയിന്റ്, പിന്നെ ഒരെണ്ണം ഈ പോയിന്റ്. ഈ 2 പോയിന്റിലാണ് അത് കൂട്ടിമുട്ടുന്നത്. പിന്നെ ഒരിക്കലും അത് കൂട്ടിമുട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ ഇതിന് ആൻസർ വരാൻ പോകുന്നത് 2 ആണ്. യെസ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ചിലപ്പോൾ ഇതായിരിക്കാം, മിനിമം ഓഫ് ഈ വാല്യൂ ആയിരിക്കാം. അത് ബെസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ഓക്കെ. The function f of minus infinity to infinity tends to minus infinity to 1. So defined by f of x equal to ഒരു വാല്യൂ. ഇത് 1 ആണോ ഓൺ 2 ആണോ? 1 ഓൺ 2 ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ബേസിക്കലി സാധനം ബൈജക്റ്റീവ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നോക്കാം. നമുക്ക് ഫസ്റ്റ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 ആണോ ചെക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നുള്ള സാധനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് എഴുതാൻ പറ്റിയാൽ അത് 1 ആണ്. അതാണ് അതിൻ്റെ റൂൾ. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ എഫ് ഓഫ് എക്സ് 2 എന്നുള്ളത് എടുത്ത് തുടങ്ങിയാൽ നമുക്ക് 2 റേസ് ടു x1 മൈനസ് 2 റേസ് ടു മൈനസ് x1 ഡിവൈഡ് ബൈ 2 റേസ് ടു x1 പ്ലസ് 2 റേസ് ടു മൈനസ് x1 equal to 2 raised to x2 minus 2 raised to minus x2 divided by 2 raised to x2 plus 2 raised to minus x2. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും a by b equal to c by d ആണെങ്കിൽ a plus b by a minus b എന്ന് വെച്ചാൽ c plus d by c minus d ആയിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് കമ്പോണന്റോ ഡിവിഡൻഡോ മെത്തേഡ്. കമ്പോണന്റോ ഡിവിഡൻഡോ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേ പരിപാടി ഇവിടെ ചെയ്യാൻ പോവാണ്. സോ എ പ്ലസ് ബി എന്ന് വെച്ചാൽ എന്താ, ഈ ടേമും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ഇതൊന്നും കട്ടായി പോവും. 2 × 2 റേസ് ടു x1. താഴെ എന്തായിരിക്കും, എ മൈനസ് ബി ചെയ്താൽ മൈനസ് 2 × 2 റേസ് ടു മൈനസ് x1 എന്ന് കിട്ടും. ഈക്വൽ ടു 2 × 2 റേസ് ടു x2 divided by minus 2 × 2 raised to minus x2. ആ മൈനസ് കട്ടായി പോയി, 2 × 2 കട്ടായി പോയി, ഇത് ഇങ്ങോട്ട് കയറി വന്നാൽ 2 raised to 2 x1 ആയിരിക്കും equal to 2 raised to 2 x2 എന്ന് വെച്ചാൽ x1 equal to x2 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ x1 equal to x2 ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ സംഭവം 1 ആണ്. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, ഈ ഒരു സംഭവം അതിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓൺ ടു ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ ഇത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ നമുക്ക് ഈ കാര്യം ഇവിടെ സെൻസ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂ എന്ന് വെച്ചാൽ ഇതിനേക്കാളും ചെറുതാണ്, ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാളും ചെറുതാണ്. അപ്പോൾ അത് 1-നെക്കാട്ടിയും വലിയ വാല്യൂ വരും. 1-നെക്കാട്ടിയും വലിയൊരു വാല്യൂ വരില്ല, കാരണം 1-ൻ്റെ വലിയ വാല്യൂ എന്ന് വെച്ചാൽ റേഞ്ചിൻ്റെ പുറത്താണ്. എന്തായാലും ഇതിന് പുറത്ത് 1-നെക്കാളും വലിയ വാല്യൂ. പക്ഷെ -1-നെക്കാളും ചെറിയ വാല്യൂ വരാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇനി അതിനൊരു -2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, 2 raised to x minus 2 raised to minus x divided by 2 raised to x plus 2 raised to minus x. ഇത് ഞാൻ -2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്താൽ എനിക്ക് ആൻസർ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. സോ ഞാനിവിടെ കമ്പോണന്റോ ഡിവിഡൻഡോ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താ കിട്ടാം, -2 plus 1 divided by -2 minus 1. മേലത്തെ രണ്ടും കൂടി ആഡ് ചെയ്താൽ 2 × 2 raised to x divided by -2 × 2 raised to minus x. സോ എന്താ വരിക, -2 raised to 2x ഈസിക്കൽ എന്ത് വരും, ഇവിടെ -1 divided by -3. ഓക്കെ, സോ 2 raised to 2x എന്ന് വെച്ചാൽ 4 raised to x ആണ്, ഈക്വൽ ടു എന്താ വരിക, -1/3. നമുക്കറിയാം ഇത് പോസിബിൾ അല്ല. 4 raised to x equal to -1/3 പോസിബിൾ അല്ല. എക്സ് എത്ര ചെറുതായാലും ശരി അവസാനം 0-യിലേക്ക് എത്തുള്ളൂ. ഒരിക്കലും ഇതിന് നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടൂല. ഓക്കെ, സോ അതിൻ്റെ മീനിങ് എന്താ പറയാൻ പോകുന്നത്, ഈ വാല്യൂ ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സ് ഇവിടെ കിട്ടാം, -1/3 എന്നുള്ള വാല്യൂ ഇവിടെ കിട്ടാൻ പോകുന്നില്ല. സോ ഇത് ഓൺ ടു അല്ല എന്ന് മീനിങ്.
മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള നമ്പേഴ്സ് പോസിബിൾ അല്ല. -2 തന്നെ കിട്ടില്ല, അപ്പോൾ -∞ വരെ കിട്ടൂല. സോ ഇത് ഓൺ ടു അല്ല. 1 ആണ്, പക്ഷേ ഓൺ ടു. ആൻസർ വരാൻ പോകുന്നത് 4th ഓപ്ഷനാണ്. 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല. ഓക്കെ, വിച്ച് മീൻസ് ഇത് ബൈജക്റ്റീവ് അല്ല എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുക്കാൻ പറ്റില്ല. യെസ്, എന്നോക്കെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ ഇത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. Number of functions that assign 1 to exactly one of the positive integers less than or equal to 98 is equal to. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ 1, 2 അങ്ങനെ 100, 98 വരെ, അത് കഴിഞ്ഞിട്ട് 99, പിന്നെ 100, ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട്. ഇതിൽ നിന്നും 0, 1 എന്നുള്ള വേറെ സെറ്റിലേക്കുള്ള റിലേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ എക്സാക്ട്ലി number of functions that assign 1 to exactly one of the positive integers less than or equal to 98. 1 മുതൽ 98 വരെയുള്ള നമ്പേഴ്സിൽ എക്സാക്ട്ലി ഒരു നമ്പറിന് മാത്രമേ 1ലേക്ക് ലിങ്ക് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള എല്ലാം 0യിലേക്കായിരിക്കും അതിൻ്റെ മീനിങ്. സോ ഒരു നമ്പർ മാത്രം 1ലേക്ക് ലിങ്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ഈ 98 എണ്ണത്തിൽ നിന്നും ഒരു നമ്പർ മാത്രം 1ലേക്ക് ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 98C1 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓരോ കേസിലും ഇതിൽ ഏതെങ്കിലും 1ലേക്ക് ലിങ്ക് ചെയ്ത കേസിൽ ഈ രണ്ട് വാല്യൂസിന് ഏത് വാല്യൂസ് ആണെങ്കിലും വരാം. സോ ഈ വാല്യൂവിന് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഈ വാല്യൂവിനും 2 ഓപ്ഷൻ ഉണ്ട്. സോ ഇൻറ്റു 2 ഇൻറ്റു 2, സോ ഇൻറ്റു 2 ഇൻറ്റു 2, ഇതാണ് നമ്മുടെ ആൻസർ വരാം. സോ 98 × 4 ആണ് നമ്മുടെ ആൻസർ വരിക. എന്താ വരാൻ പോകുന്നത്? 8 × 4 2 വരും, ബാക്കി 32 അല്ലേ, 3 ഉണ്ടായിരിക്കും. 94 36 36 + 2 392 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, വലിയൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ന്യൂമറിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Let f from R to R be a function defined by f of x equal to 2 + 3a × x² plus a + 2 divided by a - 1 × x plus b. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ f of x + y = ഇങ്ങനെ ഒരു സംഭവം തന്നത്. യെസ്, നമ്മൾ സിഗ്മ fi ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ എയും ബിയും എന്താണെന്ന് കിട്ടണം. അത് കിട്ടിയാലേ നമുക്ക് ആൻസറും കിട്ടും. സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമ്മൾ കാര്യം ചെയ്യാൻ പോവാണ്. നമ്മൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് കമ്പയർ ചെയ്യാം. f of x + y എന്നുള്ള സംഭവം ഇട്ട് കൊടുക്കാം, f of x ഉണ്ടാക്കാം, f of y ഉണ്ടാക്കാം. നമുക്ക് നേരെ ഇതിൻ്റെ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് സംഭവം ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒരു ഇക്വേഷനും കിട്ടുള്ളൂ. ഒരു ഇക്വേഷനും 2 അൺനോൺസ് ഉണ്ട്. എയും ബിയും കണ്ടുപിടിക്കണം ഒരു ഇക്വേഷനുള്ളത്. അത് ഒരിക്കലും പോസിബിൾ അല്ല. അത് പോസിബിൾ ആക്കാൻ വേണ്ടി ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. ഞാനിവിടെ വൈക്ക് 0 ഇട്ട് കൊടുക്കാൻ പോകും. വൈക്ക് 0 ഇട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ ഇക്വേഷൻ മൊത്തത്തിൽ എന്താ സംഭവിക്കും? f of x = f of x + 0 എന്ന് വെച്ചാൽ f of x ആണല്ലോ. f of x + f of 0 + 1 - 2 വൈക്ക് 0 എടുത്താൽ ആ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. സോ f of x കട്ടായി പോയി. f of 0 എന്ന് വെച്ചാൽ -1 ആണെന്ന് എനിക്ക് കിട്ടി. f of 0 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ 0 ഇട്ട് കൊടുത്താൽ ഈ ടേം മൊത്തത്തിൽ 0 ആയി, b മാത്രമേ ഉള്ളൂ. വിച്ച് മീൻസ് b = -1. അത് നമുക്ക് പെട്ടെന്ന് കിട്ടി. ഓക്കെ, ഈ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ബാക്കി ഭയങ്കര സിമ്പിളാണ്. ഇതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. ഇത് കിട്ടിയാൽ ബാക്കി സിമ്പിളാണ്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം, എന്നാലേ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടുള്ളൂ. സോ f of x + y എന്ന് വെച്ചാൽ എന്താ വരിക? 2 + 3a × x + y² plus a + 2 divided by a - 1 × x + y plus bക്ക് പകരം -1. ഓക്കെ, +-1 അല്ല -1 ഈക്വൽ ടു f of x + f of y ഇല്ലേ? ഞാൻ ഒറ്റയ്ക്ക് എഴുതാൻ പോവാം. f of x + f of y എന്തായിരിക്കും? ഫസ്റ്റ് ടേം 2 + 3a × ഇവിടെ f of x ൻ്റെ x² ഉണ്ടായും, f of y ൻ്റെ y² ഉണ്ടായിരിക്കും.
പ്ലസ് എ പ്ലസ് ടു ഡിവൈഡ് ബൈ എ മൈനസ് വൺ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എഫ് ഓഫ് എക്സിൻ്റെ എക്സ് ഉണ്ടായിരിക്കും, എഫ് ഓഫ് ഐൻ്റെ വൈ ഉണ്ടായിരിക്കും. പിന്നെ എഫ് ഓഫ് എക്സിൻ്റെ ആ ലാസ്റ്റ് ടേം ബിൻ്റെ മൈനസ് വൺ ഉണ്ടായിരിക്കും. എഫ് ഓഫ് ഐൻ്റെ ലാസ്റ്റ് ടേം ആയിട്ടുള്ള മൈനസ് വൺ ഉണ്ടായിരിക്കും. പിന്നെ ഈ പ്ലസ് വൺ ഉണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് 2/7 ഇൻറ്റു എക്സ് വൈ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യേണ്ട ടേംസ് ഒക്കെ കട്ട് ചെയ്യാം. ഇവിടെ ഈ മൈനസ് വണ്ണും ഈ മൈനസ് വണ്ണും കട്ടായി, ഈ മൈനസ് വണ്ണും ഈ പ്ലസ് വണ്ണും കട്ടായി പോയി, ഈ ടേമും കട്ടായി പോയി. പിന്നെ ഈ ടേമും കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും പോയി 2xy ആയിരിക്കും കിട്ടാം. സോ 2xy ഇൻറ്റു 2 + 3 ഈക്വൽ ടു ഇവിടെ എന്താ വരാൻ പോകുന്നത്? -2/7 ഇൻറ്റു എക്സ് വൈ കട്ടായി പോയി, 2ഉം 2ഉം കട്ടായി പോയി. നമുക്ക് എന്ത് കിട്ടി? 2 + 3ന്റെ വാല്യൂ -1/7 ആണെന്ന് കിട്ടി. ഇത് നമുക്ക് എ കിട്ടും. ഓക്കെ, 2 + 3a = -1/7 ആണെങ്കിൽ യെസ്, 3a എന്ന് വെച്ചാൽ -1/7 -2 അപ്പം എന്താകും? -15/7 ആകും. അപ്പോൾ a = -5/7 ആകും. എന്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ എന്താ വരിക? ഈ ഒരു ടേം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അത് -1/7 ആണ്. സോ -6/7. അടുത്ത ടേം a + 2 ഡിവൈഡ് ബൈ a - 1. അത് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. a + 2 ഡിവൈഡ് ബൈ a - 1 -7/2 -5/7 പ്ലസ് -5/7 -1. സോ ഇതെന്താ വരിക? ഫസ്റ്റ് ടേം 14 - 5 ഡിവൈഡ് ബൈ -5 - 7, അപ്പം 9/-12. ആ 7 കട്ടായി പോയിട്ടുണ്ട്. സോ ഇതും ഓക്കെ, -3/4 ആണ് വരാം. സോ ആൻസർ എന്താ വരിക? ഈ ടേം -3/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം -3/4 ഇൻറ്റു എക്സ്. ലാസ്റ്റ് ടേം ബി ആണ്, ബിൻ്റെ വാല്യൂ -1 ആണെന്ന് നമുക്കറിയാം. ഇതാണ് എഫ് എഫ് എക്സ് വരാൻ പോകുന്നത്. അപ്പോൾ എഫ് എഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യാം? നമ്മൾ 28 ഇൻറ്റു സിഗ്മ i = 1 to 5 മോഡുലസ് ഓഫ് എഫ് ഓഫ് ഐ. ഓക്കെ, ഇതിൻ്റെ മോഡുലസ് എടുത്താൽ നമുക്ക് ആ മൈനസ് ഒക്കെ ഇഗ്നോർ ചെയ്യാം. മൈനസ് എല്ലാം പ്ലസ് ആയി മാറും. ഓക്കെ, സോ സിഗ്മ എഫ് ഓഫ് ഐ എൻ്റെ മോഡുലസ് i = 1 to 5. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു കാര്യം ചെയ്യാം, /7 എടുക്കാം. എന്നിട്ട് സിഗ്മ എക്സ് സ്ക്വയറിനെ, ഓക്കെ ഐ സ്ക്വയർ ആണല്ലോ അല്ലേ, സിഗ്മ ഐ സ്ക്വയറിനെ 1 to 5 വന്ന് ആഡ് ചെയ്യാം. പ്ലസ് ഇവിടെ 3/4 ഉണ്ടായിരിക്കും. എന്നിട്ട് ആ ഐനെ സിഗ്മ 1 to 5 അങ്ങ് ചെയ്യാം. പിന്നെ ലാസ്റ്റ് ഒരു +1 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് -1 അല്ല, മൈനസ് മൊത്തം പോയി. സോ +1 ആയിരിക്കും ഉണ്ടായിരിക്കുക. മൈനസ് മൊത്തം പോകാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഈ സാധനം എന്തായാലും നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മൊത്തത്തിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. എല്ലാ ടേമും നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ മോഡുലസ് എടുത്തുകൊണ്ട് എല്ലാത്തിനും പോസിറ്റീവ് ആക്കാം. സോ ലാസ്റ്റ് വാല്യൂ സിഗ്മ 1 ആയിരിക്കും, 1 to 5. സോ ഈ ടേം എന്താ വരിക? i സ്ക്വയർ 1 to 5 നമുക്ക് ആഡ് ചെയ്താൽ നമുക്കറിയാം 5 ഇൻറ്റു 6 ഇൻറ്റു 11 n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1/6. താഴെ 7 കൂടി ഉണ്ടായിരിക്കും. പ്ലസ് ഇവിടെ 3/4 ഇൻറ്റു 1 മുതൽ 5 വരെ കൂട്ടിയാൽ നമുക്ക് 15 ആയിരിക്കും കിട്ടുക. പ്ലസ് ഇവിടെ 5 ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിതിനെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്ട്, ഞാൻ ചെറുതായിട്ട് വിട്ടുപോയി. 28 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 28. ഓക്കെ, അപ്പോൾ ഇവിടെ 6ഉം 6ഉം കട്ടായി പോയി. ഇവിടെ 28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 55 ഇൻറ്റു ഒരു 28/7 4 ഉണ്ട്. യെസ്, ഇവിടെ 28ഉം 4ഉം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 7 ആണ് ഉണ്ടാവുക. 7 ഇൻറ്റു 3 ഇൻറ്റു 15 ചെയ്താൽ നമുക്ക് 45 കിട്ടും. ഇവിടെ 5 ഇൻറ്റു 28 അതുപോലെ തന്നെ. ഓക്കെ, സോ 55 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ ആണ് കിട്ടുക? യെസ്, 0 to 22. പ്ലസ് 45 ഇൻറ്റു 7 ചെയ്താൽ 45 ഇൻറ്റു 7 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, 45 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് 360 കിട്ടും. 360 നിന്നും 45 പോയാൽ 315 ആയിരിക്കും കിട്ടാൻ പോകും. സോ 315. ലാസ്റ്റ് ടേം 28 ഇൻറ്റു 5 ആണ്. 28 5 എന്ന് വെച്ചാൽ 140 ആയിരിക്കും.
സോ ലാസ്റ്റ് 5, ഇത് 675 ആണ് റൈറ്റ് ആൻസർ. യെസ്, ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ എന്നെ പോലെ ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് ലാസ്റ്റ് എണ്ണാൻ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് മൊത്തം ആൻസർ തെറ്റിപ്പോയത്. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക്. യെസ്, ഇതെന്താ സംഭവം ലിസ്റ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോ. എഫ് ഓഫ് ചോദിച്ചിട്ടുള്ള എന്താ 1/82 പ്ലസ് എഫ് ഓഫ് 2/82 പ്ലസ് എഫ് ഓഫ് 3/82 പ്ലസ് അങ്ങനെ ആഡ് ചെയ്ത് കണ്ട് എഫ് ഓഫ് 81/82 ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവം നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ എടുക്കേണ്ടത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. നിങ്ങൾ എടുക്കേണ്ടത് എഫ് ഓഫ് 1 - x ആണ്. ഓക്കെ, അതെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ സംഭവം. അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജെയ്മീൻസ് എന്ന് വെച്ചാൽ നിങ്ങളെ അറിവ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം ഈ ക്വസ്റ്റ്യൻ മുന്നേ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു എക്സാം മാത്രമാണ്. നിങ്ങൾ എത്രത്തോളം വിവരം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ളതല്ല. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ഇരിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ആകെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ മുന്നേ കണ്ടിരിക്കാം. ഇതൊരിക്കൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ജെയ്മീൻസിന് തന്നെ ഒന്നും കൂടി ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് മുന്നേ വന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത്ര സിമ്പിൾ അല്ല, പക്ഷേ പാറ്റേൺ കണ്ടിട്ടുള്ളവർക്ക് ഇത് വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഇത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, സോ ജെയ്മീൻസ് എന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മുന്നേ കണ്ടിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എഫ് ഓഫ് 1 - x എന്താ വരാൻ പോകുന്നത്? സോ 2⁻1 - x ഡിവൈഡ് ബൈ 2⁻1 - x പ്ലസ് √2. മേലെ താഴെ ഒരു 2⁻x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/2 പ്ലസ് √2 ഇൻറ്റു 2⁻x. മേലെ താഴെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ √2 ഡിവൈഡ് ബൈ 2⁻x പ്ലസ് √2. ഇപ്പം എന്തായി സംഭവം? എഫ് ഓഫ് എക്സും ഈ സംഭവം പിന്നെ എഫ് ഓഫ് എക്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 ആണ് കിട്ടുക. എഫ് ഓഫ് 1 - x പിന്നെ എഫ് ഓഫ് എക്സും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. അപ്പോൾ കാര്യങ്ങൾ ഭയങ്കര സിമ്പിളായി. ഇതിൽ ഈ ടേമും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. ഈ ടേമും പിന്നെ ഇതിന് തൊട്ട് മുന്നത്തെ 80/82 എന്നുള്ള ടേമും കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. അങ്ങനെ ഇതിൽ എത്ര ടേംസ് ഉണ്ടായിരിക്കും? ഇത് 81 1 2 3 81 ടേംസ് ഉണ്ട്. അതിൽ 40 ടേംസ് നമുക്ക് 1 ആയിരിക്കും. 1 + 1 + അങ്ങനെ 40 ടേംസ് 1 ആയിരിക്കും. പ്ലസ് നടുവിലൊരു ടേം ഉണ്ടായിരിക്കും. ഇത് ഓൾറെഡി 81 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. 81 ടേംസ് ഒരു ഓഡ് നമ്പർ ആണ്. നടുവിലൊരു ടേം ഉണ്ടായിരിക്കും, അത് 41 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഒരു ടേം ഉണ്ടായിരിക്കും, അതെന്തായിരിക്കും? എഫ് ഓഫ് 41/82 ആയിരിക്കും. എന്ന് വെച്ചാൽ 1/2. എഫ് ഓഫ് 1/2 ആണ് നമുക്ക് കണ്ടുപിടിക്കുക. സോ ഈ ടേംസ് എല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 40 കിട്ടും. പ്ലസ് എഫ് ഓഫ് 1/2 എന്താ വരാൻ പോകുന്നത്? എഫ് ഓഫ് 1/2 നമുക്കൊന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെക്കാം. എഫ് ഓഫ് 1/2 എന്ന് വെച്ചാൽ 2⁻1/2 √2 ഡിവൈഡ് ബൈ √2 പ്ലസ് √2, അതായത് 1/2. ഓക്കെ, സോ 1/2. 40 + 1/2 എന്താ വരിക? 81/2 ആണ് റൈറ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ എന്ത് ചെയ്താൽ മതി? ഈ ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടിരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ മുന്നേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം നിങ്ങളെ ഈ ക്വസ്റ്റ്യൻ പേടിപ്പിക്കുള്ളൂ. പിന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ നിങ്ങളെ പേടിപ്പിക്കില്ല. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്കും അതിങ്ങനെ തന്നെയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ആദ്യം കണ്ടപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാതെ ഒരുപാട് നേരം വർക്കൗട്ട് ചെയ്തിട്ടാണ് ആൻസർ കിട്ടിയത്. പക്ഷെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ ഇത് അത്ര ബുദ്ധിമുട്ടായിരിക്കില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അഡ്വാൻസിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ ജെയ്മീൻസിന് തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലെറ്റ് mod x denote the greatest integer less than or equal to x. Okay, greatest integer function. Domain of f is equal to sec inverse e value. നമുക്ക് എല്ലാവർക്കും അറിയാം സീക്കിന്റെ റേഞ്ച് എന്താണെന്ന് അറിയാം. സീക്കിന്റെ റേഞ്ച് എന്ന് വെച്ചാൽ എന്തായിരിക്കും? സീക്ക് ഇൻവേഴ്സിന്റെ ഡൊമൈൻ ആയിരിക്കും. സോ ഇതിന്റെ ഡൊമൈൻ എന്തായിരിക്കണം എന്ന് വെച്ചാൽ 2 mod x + 1. സീക്ക് എക്സിന്റെ റേഞ്ച് നമുക്കറിയാം, അത് 1 മുതൽ ഇൻഫിനിറ്റി വരെ
യൂണിയൻ -∞ മുതൽ -1 വരെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡൊമെയിനും അത് തന്നെ ആയിരിക്കും. എന്താ വരിക? 1 മുതൽ ∞ വരെ, ഓക്കെ, 1 മുതൽ ∞ വരെ ആൻഡ് -∞ മുതൽ -1 വരെ. ഇത് ഇൻക്ലൂഡഡ് ആണ്. -1 1 ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് രണ്ടിൽ ഒരു 1 അങ്ങ് മൈനസ് ചെയ്യാം. ആ റേഞ്ച് നമുക്ക് 1 അങ്ങ് മൈനസ് ചെയ്ത് എന്താ വരാം? 0 മുതൽ ∞ വരെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. ഇവിടെ 1 മൈനസ് ചെയ്താൽ -2 മുതൽ -∞ വരെ. അതാണ് 2 box x. എന്തിനാ -1 ചെയ്യാന്ന് വെച്ചാൽ ഈ 1 ഒഴിവാക്കാൻ. ഇനി നമുക്ക് കാര്യം ചെയ്യാം, എല്ലാ റേഞ്ചിനെയും നമുക്ക് ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ എന്താ ഈ ബോക്സ് എക്സ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഇവിടെ 0 മുതൽ ∞ വരെ, ഇവിടെ -1 മുതൽ -∞ വരെ. ഇനി നമുക്ക് എക്സിൻ്റെ കണ്ടുപിടിക്കേണ്ടി. ഓക്കെ, ഇത് ഏതൊക്കെ വാല്യൂ വരെയാണ് നമുക്ക് 0 വരെ വരാം? കാരണം നമുക്ക് ഏതൊക്കെ വാല്യൂ കൊടുത്താലും 0ൻ്റെ മുകളിലുള്ള ഏതൊക്കെ വാല്യൂ കൊടുത്താലും, 0 ഇൻക്ലൂഡിങ് 0ൻ്റെ വാല്യൂ മുകളിൽ ഏതൊക്കെ വാല്യൂ കൊടുത്താൽ, 0.5 കൊടുത്താൽ നമുക്ക് 0 ആണ് കിട്ടുക, 0.9 കൊടുത്താൽ നമുക്ക് 0 ആണ് കിട്ടുക. പക്ഷേ -0.001 കൊടുത്താൽ അത് -1ലേക്ക് പോകും. സോ എക്സിൻ്റെ വാല്യൂ ഇവിടെ 0 മുതൽ ∞ വരെ തന്നെയാണ്, 0ൻ്റെ തൊട്ട് മുകളിലുള്ള വാല്യൂ വരെ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇത് -1 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് -1 മുതൽ 0 വരെയുള്ള ഏത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. പക്ഷേ 0 കൊടുത്താൽ പറ്റില്ല, 0 കൊടുത്താൽ അത് 0 ആവും. സോ ഇവിടെ ഈ 0 മുതൽ -∞ വരെ ഇത് ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡൊമൈന് വരാൻ പോകുന്നത്. എക്സിന് 0 മുതൽ ∞ വരെ കൊടുക്കാൻ പറ്റും, 0 മുതൽ -∞ വരെ കൊടുക്കാൻ പറ്റും. 0 പോസിബിൾ ആണ്, വിച്ച് മീൻസ് എല്ലാ നമ്പറും പോസിബിൾ ആണ്. -∞ to ∞ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 0വും ഇൻക്ലൂഡഡ് ആണ്, ഏത് നമ്പറും ആണെങ്കിലും ഇതിൻ്റെ ഡൊമൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, വലിയൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, എന്ന് നോക്കി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ഓപ്ഷനാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. എല്ലാ നമ്പറും പറ്റും, എല്ലാ റിയൽ നമ്പറും പറ്റും. യെസ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. f from 0 to 3 to a defined by ഈ ഒരു cubic polynomial and g 0 to ∞ to b. ഓക്കെ, ഇതാണ് g of x വരെ. അപ്പോൾ നമ്മൾ s എന്നൊരു സംഭവം ഉണ്ട്. s എന്ന് വെച്ചാൽ എന്താ സംഭവം? x എലമെന്റ് ഓഫ് a ആണ്, x എലമെന്റ് ഓഫ് b ആണ് ആൻഡ് x എലമെന്റ് ഓഫ് z ആണ്. ഓക്കെ, അപ്പോൾ a എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് ആണ്, b എന്ന് വെച്ചാൽ ഈ ഫംഗ്ഷന്റെ റേഞ്ച് ആണ്. ആ രണ്ട് റേഞ്ചിലുമുള്ള ഒരു നമ്പറാണ് എക്സ്. പക്ഷെ ഓൾസോ ആ റേഞ്ചിലുള്ള ഇൻഡിജേഴ്സ് മാത്രം എടുത്താൽ മതി. അതാണ് എസ് എന്ന് വെച്ചാൽ. അതിൽ എത്ര ഇൻഡിജേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ എന്നുള്ള റേഞ്ച് എന്താ കണ്ടുപിടിക്കുക, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് കണ്ടുപിടിക്കുക, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് കണ്ടുപിടിക്കുക, ആ റേഞ്ചിൽ എത്ര ഇൻഡിജേഴ്സ്, രണ്ട് റേഞ്ചിൽ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ ഫംഗ്ഷൻ നോക്കാം. 2x³ minus 15x² plus 36x plus 7. അപ്പോൾ ഡൊമൈൻ ഇവിടെ ശ്രദ്ധിക്കണം. ഇതൊരു പോളിനോമിയലാണ്, അപ്പോൾ ഇതിന് എല്ലാ നമ്പേഴ്സും പറ്റൂലെന്ന് ചോദിക്കരുത്. കാരണം ഡൊമൈന് ഫിക്സഡാണ്, ഡൊമൈന് ചെറുതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? നമുക്കറിയാം ക്യൂബിക് പോളിനോമിയലിന് എല്ലാ നമ്പേഴ്സും പോസിബിൾ ആണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇതാണ് f of x. അപ്പോൾ പിന്നെ f' കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 6x² minus 30x plus 36 എന്ന് വെച്ചാൽ 6 into x² minus 5x plus 6 എന്ന് വെച്ചാൽ 6 into x minus 2 into x minus 3. ഇവിടെ നമുക്ക് വലിയൊരു ഇൻഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, x equal to 2 വെച്ച് കണ്ടും x equal to 3 വെച്ചും 0 മുതൽ 3 വരെ ഉള്ളൂ ഇൻഫ്ലക്ഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫ്ലക്ഷൻ അല്ല, സോറി, അതിൻ്റെ സൈന് മാറുന്നുണ്ട്. സൈൻ എഫ് ഓഫ് എക്സിൻ്റെ സൈൻ അല്ല, f'(x)ൻ്റെ സൈന് മാറുന്നുണ്ട്. ഓക്കെ, ഒരു ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 2ലും 3ലും ഏതാണ് ലോക്കൽ മാക്സിമം ഏതാണ് ലോക്കൽ മിനിമം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ f'(x) കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്താ വരിക? 6x² ഡാഷ് എടുത്താൽ നമുക്ക് 12x കിട്ടും -30. ഓക്കെ,
എക്സ് ഈക്വൽ ടു 2 ഇവിടെ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -6 കിട്ടും. അത് നെഗറ്റീവാണ്. നെഗറ്റീവ് ആയതുകൊണ്ട് അത് ലോക്കൽ മിനിമയാണ്. യെസ് യെസ് നെഗറ്റീവ് ആയതുകൊണ്ട് ലോക്കൽ മിനിമം, വിച്ച് മീൻസ് 2 അല്ലേ ഇവിടെ കൊടുത്തത്? സോറി, ഞാൻ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഈക്വൽ ടു 2. ഓക്കെ, നെഗറ്റീവ് ആയതുകൊണ്ട് സോറി, അവിടെ ഇതാണ് വരാൻ പോകുന്നത്, ലോക്കൽ മാക്സിമം ആണ് വരാൻ പോകുന്നത്. സോ ഇവിടെ വെച്ചുകൊണ്ട് ഒരു ലോക്കൽ മാക്സിമം സംഭവിച്ചു. ഓക്കെ, ഇനി അടുത്തത് 3യിൽ വെച്ചുകൊണ്ട് അതെന്തായിരിക്കും? നമുക്ക് ലോക്കൽ മിനിമം നമുക്ക് പറയാൻ പറ്റും, പക്ഷെ നമുക്കൊന്നും കൂടി കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ എഫ് ഡാഷ് എക്സിന് വാല്യൂ എന്താ വരിക? 36 - 3. അത് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ്, വിച്ച് മീൻസ് അത് ലോക്കൽ മിനിമയാണ്. സോ ഇത് ലോക്കൽ മിനിമം. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വരക്കുന്നില്ല, കാരണം ഇവിടെ വെച്ചുകൊണ്ട് ഫംഗ്ഷൻ എൻഡ് ചെയ്യാം, അത്രേ എൻ്റെ ഡൊമൈനിലുള്ളൂ. ഓക്കെ, ബാക്കി ഇതിങ്ങനെയാണ്ട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ വെച്ചുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷേ അത് നമുക്ക് വെറീഡ് അല്ല, അവിടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഇവിടെ 0 വരെ ഇത് ഡിഫൈൻഡ് ഉള്ളൂ. ഇതിങ്ങനെ പോയി എവിടെയോ എത്തും, അവിടെ വരെ ഇത് ഡിഫൈൻഡ് ഉള്ളൂ. ഇനി ആ വാല്യൂവും പിന്നെ ഈ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ഇത് ചിലപ്പം 0ൻ്റെ മുകളിലാവാം, ഈ വാല്യൂ 0ൻ്റെ മുകളിലാവാം, 0ൻ്റെ താഴാവാം, ഈ വാല്യൂം 0ൻ്റെ മുകളിലാവാം, താഴാവാം, എല്ലാ വാല്യൂം എവിടെയാവാം. ഇനി നമുക്ക് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാം. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ അത് എത്ര വരാം? യെസ്, എഫ് ഓഫ് 2 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. എഫ് ഓഫ് 2 എത്ര വരാൻ പോകുന്നത്? 2 × 8. 2 × 8 മൈനസ് 15 × 2 സ്ക്വയർ എന്ന് വെച്ചാൽ 15 × 4 പ്ലസ് 36 × 2 എന്ന് വെച്ചാൽ 72 പ്ലസ് 7. അതായത് 16 - 60 പ്ലസ് 72 പ്ലസ് 79. ഓക്കെ, 79 - 60 എന്ന് വെച്ചാൽ 19 ആണ്, അതായത് 35. 35 ആണ് ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എഫ് ഓഫ് 3യിലുള്ള വാല്യൂ എന്താ നോക്കാം. ആൻഡ് എഫ് ഓഫ് 0യിലുള്ള വാല്യൂ എന്താ വരാൻ പോകുന്നത്? എഫ് ഓഫ് 0 ഇവിടെ കൊടുത്താൽ ഈ മൊത്തം 0 ആയിരിക്കും, അപ്പോൾ 7 ആണ് ഇതിൻ്റെ വാല്യൂ വരിക. ഈ വാല്യൂ 7 ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് 3 നമുക്ക് കണ്ടുപിടിച്ചാൽ എത്ര വരും? എഫ് ഓഫ് 3 = 2 × 27 മൈനസ് 15 × 3 സ്ക്വയർ, അത് 9 വരും, പ്ലസ് 36 × 3 വരും, പ്ലസ് 7, അതായത് 54 മൈനസ് 15 × 9. 15 × 10 വെച്ചാൽ 150. 150 നിന്ന് 15 കുറച്ചാൽ എത്ര വരും? 135 വരും. പ്ലസ് ഇത് 108 ആണ്, പ്ലസ് 7. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടാം? യെസ്, ഇതിനും കൂടി ആഡ് ചെയ്താൽ 142 കിട്ടും. 140 യെസ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 115 കിട്ടും. 115 മൈനസ് കഴിഞ്ഞാൽ -20 വരിക. 54 - 20 34, വിച്ച് മീൻസ് ഈ വാല്യൂ വരാൻ പോകുന്നത് 34 ആണ്. ഓക്കെ, ഡ്രോയിങ് അത്ര ആക്യുറേറ്റ് അല്ല, പക്ഷേ ഏതാണ്ട് ഓക്കെയാണ്. വിച്ച് മീൻസ് ഇതിൻ്റെ റേഞ്ച് വരാൻ പോകുന്നത് എന്ന് വെച്ചാൽ എ എന്നുള്ള സെറ്റ് വരാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ മിനിമം 7, മാക്സിമം 35, രണ്ടും ഇൻക്ലൂഡഡ് ആണ്. സോ 7 to 35 ആണ് അതിൻ്റെ ആൻസർ. എന്റെ വാല്യൂ 7 മുതൽ 35 വരെ. ഇനി നമുക്ക് അടുത്ത ബി കണ്ടുപിടിക്കാം, എന്ന് വെച്ചാൽ ജി ഓഫ് എക്സ്. ഓക്കെ, ജി ഓഫ് എക്സ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള എന്താണ്? x⁻2025 ഡിവൈഡ് ബൈ x⁻2025 + 1. ഓക്കെ, അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബി ആണ് അവിടെ റേഞ്ച് വരാൻ. ഓക്കെ, ഞാൻ അതിന് ഇങ്ങനെ എഴുതാൻ പോവാണ്, 1 - 1 / x⁻2025 + 1 എഴുതാം. ഓക്കെ, അപ്പോൾ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് അതിൻ്റെ ഡൊമൈൻ വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ x⁻2025ൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x⁻2025 + 1ൻ്റെ വാല്യൂ എന്താവും എന്ന് ചോദിച്ചാൽ 1 മുതൽ, ഓക്കെ ഇവിടെ ഇതില്ല കേട്ടോ, ഇവിടെ ഇൻക്ലൂഡഡ് ഇല്ല,
വെറും ലെസ് ദാൻ ഇൻഫിനിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻഫിനിറ്റി എന്നുള്ള കേസ് വരില്ല. ഇങ്ങനെ ആയിരിക്കും. അങ്ങനെ ഇതിൻ്റെ 1 എടുത്താലോ, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും നമുക്ക് എന്താ കിട്ടാൻ പോവാം? 1/x⁻2025 എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? ഈ വാല്യൂ 0 ആയിരിക്കും. ഈ വാല്യൂ 1/1 വെച്ചാൽ 1 ആയിരിക്കും. ഇനി ഇതിനെ മൈനസ് എടുത്താൽ എന്താ വയ്ക്കാം? -1/x⁻2025 +1. അപ്പോൾ ഇത് ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും, വാല്യൂസ് നെഗറ്റീവ് ആവും. ഇത് 0 ആവും, ഇത് -1. ഇനി നമുക്ക് അതിലേക്ക് 1 കൂടി ആഡ് ചെയ്താൽ മതി. 1 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അത് g(x) ആയി മാറും. സോ g(x) എന്തായിരിക്കും? 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയിരിക്കും, ഇതെന്തായിരിക്കും? 0 ആയിരിക്കും. സോ g(x) എന്ന് വെച്ചാൽ g(x)ന്റെ റേഞ്ച് എന്ന് വെച്ചാൽ എന്താ വരിക? b = 0 മുതൽ 1 വരെ. 0 ഇൻക്ലൂഡഡ് ആണ്, 1 ഇൻക്ലൂഡഡ് അല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. എസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എലിമെന്റ് ഓഫ് എയിലുള്ള എലിമെന്റ്സ് ഉണ്ടായിരിക്കും, ബിയിലുള്ള എലിമെന്റ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അവരിലുള്ള ഇൻഡിജേഴ്സ് മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. സെറ്റ് എന്ന് വെച്ചാൽ ഇൻഡിജേഴ്സിന്റെ സെറ്റാണ്. സോ 7 മുതൽ 35 വരെ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട്? എത്ര ഇൻഡിജേഴ്സ് ഉണ്ട് നോക്കാൻ 35 - 7 നോക്കിയാൽ മതി. 35 - 7 +1 അത്രയും ഇൻഡിജേഴ്സ് ഉണ്ടായിരിക്കും. എന്തിനാ +1 ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ 7 മുതൽ 8 വരെ എത്ര ഇൻഡിജേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ 8 - 7 ചെയ്താൽ നമുക്ക് 1 കിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 2 ഇൻഡിജേഴ്സ് ഉണ്ടല്ലോ, +1 ചെയ്യണം. സോ 35 - 7 +1 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇത് 28 +1 29 ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ 29 n of a എന്ന് വെച്ചാൽ 29 ആയിരിക്കും. ഇവിടെ അത് ഒരു ഇൻഡിജർ മാത്രമേ ഉള്ളൂ, 0 മാത്രമേ ഉള്ളൂ. സോ 29 + 1 = 30 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ ഈ ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, എന്നോക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വയ്ക്കാം. യെസ്, f of r - 0 കൊടുക്കാൻ പറ്റൂല. 2 -∞ to 1 be a polynomial of degree 2. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ്. സാറ്റിസ്ഫൈങ് ദിസ് വൺ. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ f of k = -2k ആണെങ്കിൽ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് k ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന പരിപാടി, നേരത്തെ നമ്മൾ എക്സിന് പകരം 1/x ഒക്കെ കൊടുത്താണ് ചെയ്തിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സെയിം സാധനം തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ കാര്യം ചെയ്യാൻ പോവാണ്. f of x ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ax² + bx + c ഇതാണ് നമ്മുടെ പോളിനോമിയൽ. അതിട്ടിങ്ങാണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? f of x × f of 1 + x. സോ ax² + bx + c × a/x², ഇതാണ് f of 1/x ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്, പ്ലസ് b/x + c = f of x plus f of 1/x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് 2 ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ a² കിട്ടും, പിന്നെ b² ഉണ്ടായിരിക്കും, പിന്നെ c² ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഇത് ഇൻറ്റു ഇത് ചെയ്താൽ നമുക്ക് abx കിട്ടും, പ്ലസ് അടുത്ത് acx² കിട്ടും, പ്ലസ് ഓക്കെ acx² കിട്ടും, ac² കിട്ടും. അടുത്ത് bx ഇൻറ്റു ഇത് ചെയ്താൽ നമുക്ക് ab/x കിട്ടും. അടുത്തത് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, bx ഇൻറ്റു c ചെയ്താൽ bcx കിട്ടും. ഇനി അടുത്തത് ac/x² കിട്ടും, പ്ലസ് bc/x. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനൊന്നും കൂടെ കണ്ടൻസ് ചെയ്ത് എഴുതിയാൽ നമുക്ക് എന്താ കിട്ടാം? a² + b² + c² പ്ലസ് ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ടേം പ്ലസ് എക്സിന്. ഇത് ആക്ച്വലി കമ്പയർ ചെയ്തേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം,
നമുക്ക് ഇതിൽ കോൺസ്റ്റന്റ് ടേംസ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഇത് കോൺസ്റ്റന്റ് ടേം ആണ്, ഇത് കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പോൾ ഈ വാല്യൂ സിക്ക് ഈക്വൽ ടു സി എന്നാണ്. ഓക്കെ, അടുത്ത് നമുക്ക് എഴുതാൻ പോകുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഇവിടെ ബി ആണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? ഇവിടെ എ ബി പ്ലസ് ബി സി ആണ്. അപ്പോൾ എ ബി പ്ലസ് ബി സി എന്ന് വെച്ചാൽ ബി ആണെന്ന് നമുക്ക് കിട്ടും. അതും കൂടി എഴുതാം. ബി എന്ന് കോമൺ എടുക്കാം. എ പ്ലസ് സി എന്ന് വെച്ചാൽ ബി ആണ്. ബി ആണ് അല്ലേ? ബി ആണ്. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിച്ചാൽ അടുത്ത വാല്യൂ എന്താ വരാൻ പോകുന്നത്? എ സ്ക്വയർ ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ എന്താ? എ സി ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ആകെ ഒരു ടേമുള്ള എ സി, ഇവിടെ എ ആണ്. വിച്ച് മീൻസ് എ സി ഈക്വൽ ടു എ ആണ്. ഓക്കെ, ബാക്കി ഇത്ര ടേം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് 1/x സ്ക്വയർ നോക്കിയാൽ ഇവിടെ 1/x സ്ക്വയർ എ ആണ്, ഇവിടെ എ സി ആണ്. എ സി ഈക്വൽ ടു എ എന്ന് തന്നെ കിട്ടും. അടുത്ത ടേം b/x ബി ഈക്വൽ ടു എ ബി പ്ലസ് എ സി, അത് ഇതേ സംഭവം തന്നെ വരാം. അപ്പോൾ ഇത്ര റിലേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം. യെസ്, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ വേറെ സംഭവം ചെയ്യാൻ പോവാണ്. ഇവിടെ എക്സിന് 1 കൊടുക്കാൻ പോകും. എക്സിന് 1 കൊടുത്തുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഫ് ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് 1 എഫ് ഓഫ് 1ൻ്റെ സ്ക്വയർ ആയി മാറും. എഫ് ഓഫ് 1ൻ്റെ സ്ക്വയർ ഇസിക്കൽ ടു 2 ടൈംസ് എഫ് ഓഫ് 1 ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് ഒന്നെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ 0 ആകാം, അല്ലെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ആകാം. അതാണ് ഇതിൻ്റെ കേസ് ഉള്ളത്. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 0 ആവാം. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിലാണെങ്കിൽ 0 എന്തായാലും പെർമിസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോറി, യെസ്, 0 കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, 2 എന്നുള്ള സംഭവം പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം 1 ആണ് ഏറ്റവും മാക്സിമം വാല്യൂ. 2 എന്നുള്ള സംഭവം പോസിബിൾ അല്ല. വിച്ച് മീൻസ് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 0. ഓക്കെ, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 2 അല്ല, എഫ് ഓഫ് 1ൻ്റെ വാല്യൂ 0. 0 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 0. കാരണം ഇവിടെ 2 എന്നുള്ള നമ്പർ പോസിബിൾ അല്ല. സോ എഫ് ഓഫ് 1 0 ആണെന്ന് വെച്ചാൽ ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണല്ലോ. എക്സിന് 1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, എ പ്ലസ് ബി പ്ലസ് സിൻ്റെ വാല്യൂ 0. വേറെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ബി ഇൻറ്റു എ പ്ലസ് ഈക്വൽ ടു ബി. ഈ എ പ്ലസ് ബി പ്ലസ് സി 0 ആണെങ്കിൽ എ പ്ലസ് സി എന്ന് വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് മൈനസ് ബി ആയിരിക്കും. സോ ബി ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു ബി ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ അങ്ങനെ തന്നെ വെക്കാൻ പോവാം. മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു ബി. ഒന്നെങ്കിൽ ബി -1 ആവാം, അല്ലെങ്കിൽ ബി 0 ആവാം. നമുക്ക് ഏതാണെന്ന് കറക്റ്റ് അറിയില്ല. ഈക്വൽ -1 ആവാം, അല്ലെങ്കിൽ 0 ആവാം. ഓക്കെ, വേറെ എന്താ റിലേഷനിൽ എ സി ഈക്വൽ ടു എ എന്നുണ്ട്. അപ്പോൾ എ സി ഈക്വൽ ടു എ, ഒന്നെങ്കിൽ എൻ്റെ വാല്യൂ 0 ആവാം, അല്ലെങ്കിൽ സിൻ്റെ വാല്യൂ 1 ആവാം. ഈ കേസാണ്. പക്ഷെ ഇവിടെ എൻ്റെ വാല്യൂ 0 ആവാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാല്യൂ 0 ആവുകയാണെങ്കിൽ അതൊരു ലീനിയർ പോളിനോമിയലേ ആവുള്ളൂ, അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആവില്ല. അതുകൊണ്ട് എൻ്റെ വാല്യൂ ഒരിക്കലും 0 അല്ല, സിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, സിൻ്റെ വാല്യൂ 1 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ബിൻ്റെ വാല്യൂ നമുക്ക് -1 എടുത്താൽ ബിയും സിയും ആഡ് ചെയ്താൽ 0 കിട്ടും. ബിയും സിയും 0 ആണെങ്കിൽ എയും 0 ആവണം, എന്നാലും ഇത് കറക്റ്റ് ആവുള്ളൂ. പക്ഷേ എൻ്റെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പറ്റില്ല. അതിൻ്റെ മീനിങ് ബിൻ്റെ വാല്യൂ 0 ആണ്. ബി ഈക്വൽ ടു -1 എടുത്താൽ പോസിബിൾ ആവില്ല. സോ നമുക്ക് ആൻസർ കിട്ടി. എൻ്റെ വാല്യൂ -1 ആണ്, ബിൻ്റെ വാല്യൂ 0 ആണ്, സിൻ്റെ വാല്യൂ 1 ആണ്. എന്നാലും ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 0 കിട്ടും. സോ നമ്മുടെ ഫംഗ്ഷൻ വരാൻ പോകുന്നത് എന്താണ്? ax സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് 1 എന്ന് വെച്ചാൽ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് കെ ഈക്വൽ ടു -2k ആവുന്ന എല്ലാ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് കെ. എഫ് ഓഫ് കെ ഈക്വൽ ടു -2k. അടുത്തൊരു ഇതിൽ എഴുതാം എഫ് ഓഫ് കെ ഈക്വൽ ടു -2k. ഓക്കെ, സോ 1 മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു -2k എന്ന് വെച്ചാൽ കെ സ്ക്വയർ -2k -1 ഈക്വൽ ടു 0. ഇതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടായിരിക്കുക, ആൽഫ ബീറ്റ. നമ്മളോട് ചോദിച്ചിട്ടുള്ള ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താ വരിക? ആൽഫ പ്ലസ് ബീറ്റ ഹോൾ സ്ക്വയർ -2 ആൽഫ ബീറ്റ. സോ ഇത് 2 സ്ക്വയർ -2 ഇൻറ്റു ആൽഫ ബീറ്റ എന്ന് വെച്ചാൽ -1. സോ 4 + 2 = 6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സെക്കൻഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ.
ഓക്കെ, സോ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സംഭവം നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നതാണ്. എക്സിന് 1 കൊടുക്കുന്ന പരിപാടി ആദ്യം ചെയ്യേണ്ടിയിരുന്നു. പിന്നെ ഈ സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് സമയം ഇവിടെ സേവ് ചെയ്യാം. ഇത് ആദ്യം ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും. ഇതിൽ നിന്നും എഫ് ഓഫ് 1 ഈക്വൽ ടു 2 എന്നുള്ള കേസ് തെറ്റാണെന്നും കൂടി ഇതൊന്ന് മനസ്സിലാക്കണം. ഈ റേഞ്ചൊക്കെ തന്നതെന്ന് മനസ്സിലാക്കണം, എന്നാലേ കാര്യം. ഓക്കെ, എന്നോക്കെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക്. ഫങ്ഷൻസ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഡൊമൈനും റേഞ്ചും നിങ്ങൾ ശ്രദ്ധിക്കണം, നന്നോണം ശ്രദ്ധിക്കണം. ഓക്കെ, എന്നോക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ഡൊമൈൻ ഓഫ് ദി ഫംഗ്ഷൻ ഈസ് ആൽഫ ബീറ്റ, ഡൊമൈൻ ഓഫ് ദി അതർ ഫംഗ്ഷൻ ഈസ് ഗാമ ഡെൽറ്റ, അങ്ങനെയാണെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഗാമ സ്ക്വയർ എന്താണെന്ന് ചോദിച്ചത്. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഈ ഒരു സംഭവമുണ്ട്, ഇതിൻ്റെ ഡൊമൈൻ എന്തായിരിക്കണം? ഈ സംഭവം എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, എന്നാലേ ലോഗ് ഡിഫൈൻഡ് ഉള്ളൂ. റിയൽ നമ്പർ ആക്സിൽ ഡിഫൈൻഡ് ഉള്ളൂ. അത് ലെസ് ദാൻ 0 ആവുകയാണെങ്കിൽ അത് വാല്യൂ കോംപ്ലക്സ് നമ്പർ ആവും. ഓക്കെ, അതെന്താണെന്നുള്ള ഇപ്പോൾ പഠിക്കണ്ട, ഓൾറെഡി പഠിക്കാനുണ്ട്. ഓക്കെ, സോ 18x മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 77 ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് മീൻസ് ഒരു മൈനസ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് സ്ക്വയർ മൈനസ് 18x പ്ലസ് 77, ഓക്കെ, പ്ലസ് 77 ഈസ് ലെസ് ദാൻ 0 എന്ന് വെച്ചാൽ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ 18ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 77ഉം 11ഉം 7ഉം. സോ എക്സ് മൈനസ് 11 ഇൻറ്റു എക്സ് മൈനസ് 7. ഓക്കെ, ഇതൊന്നും ഒരിക്കലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആവശ്യമില്ലാത്ത സമയം. ഓക്കെ, സോ ഈ രണ്ട് നമ്പേഴ്സ് ലെസ് ദാൻ 0 ആയിരിക്കണമെങ്കിൽ എന്താ വാല്യൂ വരിക? 11 മുതൽ 7 വരെ, ഇതാണ് ഇതിൻ്റെ റേഞ്ച് വരിക. സോ സോറി, നേരെ തിരിച്ചായിരുന്നു, 7 മുതൽ 11 വരെ. ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ കൊടുത്താൽ ഇത് നെഗറ്റീവ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ 10 എന്നുള്ള വാല്യൂ ഇതിൻ്റെ അടുത്തുള്ള ഒരു വാല്യൂ അല്ലേ. 10 ഇവിടെ കൊടുത്താൽ ഇവിടെ നെഗറ്റീവ് 1 വരും, ഇവിടെ പോസിറ്റീവ് വാല്യൂ വരിക. സോ നെഗറ്റീവും പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ആണ്. യെസ്, 7 to 11 ആണ് ഇതിന് ആൻസർ. സോ ആൽഫ കിട്ടി, ബീറ്റ കിട്ടി. ആൽഫ 7 ആണ്, ബീറ്റ 11 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ റേഞ്ചും കൂടി, ഇതിൻ്റെ ഡൊമൈൻ്റെ കൂടി കണ്ടുപിടിക്കണം. അതിൽ നിന്ന് ഗാമ ഡെൽറ്റ കിട്ടും. നമുക്ക് അതിൽ ഡെൽറ്റ വേണ്ട, ഗാമ മാത്രം. ഓക്കെ, അപ്പോൾ ഇനി ഗാമ എന്താണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഡെൽറ്റ വേണ്ടതെന്ന്, എന്തുകൊണ്ടാണ് ഡെൽറ്റ വേണ്ടാത്തതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സോ ഇതിൻ്റെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം അതേമാതിരി എഴുതാം. ഇതിൻ്റെ ലോഗ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ് മൈനസ് 1 കൂടി നോക്കണം. അപ്പോൾ ലോഗ് ബി ടു ദ ബേസ് എ എന്ന് വെച്ചാൽ ലോഗ് ബി ബൈ ലോഗ് എ ആയിരിക്കും. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ബേസ് ഇയോ 10ഓ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സോ ഇതേ സംഭവം നമ്മൾ ഇവിടെയും ചെയ്യാൻ പോവാണ്. സോ ലോഗ് 2x സ്ക്വയർ പ്ലസ് 3x minus 2 divided by x square minus 3x minus 4, x square minus 3x minus 4 divided by log x minus 1. ഓക്കെ, നമുക്കറിയാം ലോഗിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസും എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കും. സോ എക്സ് മൈനസ് 1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, എന്ന് വെച്ചാൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇതാണ് ആദ്യത്തെ കൺസ്ട്രെയിൻറ്റ്. ഇനി നമുക്ക് അടുത്ത കൺസ്ട്രെയിൻറ്റ് നോക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂം പോസിറ്റീവ് ആയിരിക്കും, എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആവണം, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആവണം. അതാണ് കണ്ടീഷൻ. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ സാധാരണ കാരണവന്മാരൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ ഗ്രാഫ് വരച്ചത്. ഓക്കെ, സോ ഗ്രാഫിൽ പറയുന്നത് ഇതിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4 എന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നതായിരിക്കും. ഇതിൻ്റെ സംഭവം എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് കിട്ടാൻ പോകുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 4ഉം വരാം 1ഉം വരാം. ഓക്കെ, സോ അതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്, സോറി 4 വരാം -1 വരാം, മാറിപ്പോയി. സോ ഇവിടെ -1 വരും, ഇവിടെ 4 വരും. സോ ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ഇതാണ് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 4ൻ്റെ ഗ്രാഫ് വരാൻ പോകും. പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഇത് നോക്കാം. 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 2 ഈക്വൽ 0.
അത് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സിമ്പിൾ സോൾവ് ചെയ്യുന്ന -3 ± √b² 9 + 2 ഇൻറ്റു ഇല്ല 4 ഇൻറ്റു 2 ഇൻറ്റു -2 ചെയ്താൽ നമുക്ക് 16 കിട്ടും /4. സോ -3 ± 5 /4 -2 കിട്ടും ഓർ 1/2 കിട്ടും. സോ -2 ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 1/2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ വേറൊരു ഗ്രാഫും കൂടി വരയ്ക്കാം. നമുക്ക് കളർ അങ്ങ് മാറ്റി കൊടുക്കാം. ഇതാണ് അടുത്ത ഗ്രാഫ് വരുന്നത്. സോ ഇതാണ് ഈ ഗ്രാഫാണ് ഈ ഗ്രാഫ്, ഈ ഗ്രാഫാണ് ഈ ഗ്രാഫ്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് രണ്ടും ഒപ്പം പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഒപ്പം നെഗറ്റീവ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ഞാൻ ഇതൊന്ന് എറേസ് ചെയ്യുമ്പോൾ ഓക്കെ യെസ് അങ്ങ് മാറ്റി വെക്കാം. ഇനി വലിയ ആവശ്യമില്ല, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തോളാം. ഇത് ഇനി വലിയ ആവശ്യമില്ല. സോ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു ഏരിയ 4 കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ x greater than 4 എന്നുള്ള കേസിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഈ ഗ്രാഫും പോസിറ്റീവ് ആയിരിക്കണം, ഈ ഗ്രാഫും പോസിറ്റീവ് ആയിരിക്കണം. സോ x greater than 4 രണ്ടും പോസിറ്റീവ് ആണ്. ഇനി വേറെ സംഭവം x less than -2 x less than -2 രണ്ട് ഗ്രാഫും നെഗറ്റീവ് ആണ്. സോ -1 to 4 എന്നുള്ളത് ഇതിൻ്റെ റേഞ്ചാണ്. ഓക്കെ, -1 to 4 എന്നുള്ള കേസ് ഉണ്ട്. സോറി നേരെ മാറിപ്പോയി. -∞ മുതൽ -1 വരെ യൂണിയൻ 4 മുതൽ ഇൻഫിനിറ്റി വരെ. ഇതാണ് രണ്ടും പോസിറ്റീവ് ആവുന്ന കേസ്. ഇനി രണ്ട് നെഗറ്റീവ് ആവുന്ന കേസ് ഉണ്ട്. അതെന്താ വരിക? ഇതാണ് സംഭവം. ഓക്കെ, ഇത് ഓക്കെ രണ്ടും നെഗറ്റീവ് ആവുന്ന കേസ് ഉണ്ട്. ഒരിക്കലും 0 ആവാൻ പറ്റില്ല. രണ്ടും നെഗറ്റീവ് ആവുന്ന കേസ് ഏതാ വരിക? ഇതാണ് വരാൻ പോകുന്നത്. ഇവിടെ രണ്ട് സംഭവം നെഗറ്റീവ്. സോ -1 മുതൽ 1/2 വരെ ഇതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു റേഞ്ചാണ്, ഇത് വേറൊരു റേഞ്ച്, ഇനി ഇത് വേറൊരു റേഞ്ച്. അതെന്ന് വെച്ചാൽ 1 to ∞. ഈ ഈ കാണുന്ന റേഞ്ചിൻ്റെ എല്ലാം കൂടി ഇൻ്റർസെക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായിരിക്കും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. കാരണം പോസിബിൾ അല്ലാത്ത വാല്യൂ കൊടുത്താൽ ശരിയാവില്ല. ഫോർ എക്സാമ്പിൾ -1 മുതൽ 1/2 വരെയുള്ള കേസ് ഉണ്ട്. അതിൽ 0 ഒരു പോസിബിലിറ്റിയാണ്. യൂണിയൻ എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇവിടെ 0 കൊടുത്താൽ എന്ത് സംഭവിക്കാം? log of -1 വരും. അത് റിയൽ നമ്പർ ആക്സിസിൽ ഡിഫൈൻഡ് അല്ല. സോ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ എടുക്കേണ്ടി അത് 4 to ∞ ആണ് വരാൻ പോകുന്നത്. 1 to ∞ 4 to ∞ കൂടി കൊടുത്താൽ 4 to ∞ ആണ് ഇവിടെ വരാൻ പോകുന്നത്. വിച്ച് മീൻസ് ഈ ഒരു ഫംഗ്ഷൻ്റെ ഡൊമെയിന് വരാൻ പോകുന്നത് 4 to ∞ ആണ് കേസ്. ഓക്കെ, ഒരിക്കലും 4 ഇൻക്ലൂഡഡ് അല്ല. സോ 4 to ∞ ആണ് നമ്മുടെ ആൻസർ വരും. ആ 4 to ∞ ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അത് ഗാമ ടു ഡെൽറ്റ. ഗാമ 4 ആണ്, ഡെൽറ്റ ∞ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റ എടുക്കാത്തത്. സോ ഗാമൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ നമുക്ക് ആൽഫിൻ്റെ വാല്യൂ കിട്ടി, ബീറ്റൻ്റെ വാല്യൂ കിട്ടി, ഡെൽറ്റൻ്റെ വാല്യൂ കിട്ടി, ഡെൽറ്റൻ്റെ വാല്യൂ ഗാമൻ്റെ വാല്യൂ കിട്ടി. ആൽഫിൻ്റെ ബീറ്റൻ്റെ വാല്യൂ 7ഉം 11ഉം ആയിരുന്നു. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് α² + β² + γ². α² + β² + γ². എന്താ വരിക? 49 + 121 + 60. സോ ഇവിടെ 6 1 ഇവിടെ 8 വരും. 186 ആണ് റൈറ്റ് ആൻസർ. 186 ആയിട്ടുള്ള തേർഡ് ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ജെയിമെയിൻസിൽ വന്നിട്ടുള്ള അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ ലെങ്തി ആണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ജെയിമെയിൻസിന് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി വേറൊരു ചാപ്റ്ററിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.